മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. And that of others, to help the sick and suffering, especially children. എല്ലാ വർഷവും നടത്താറുള്ള ഗാന്ധിജിയുടെ സ്വപ്നമായ സേവനവാരമാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തറ കോർദോവ സ്കൂളിലാണ്. നമുക്കറിയാം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും പല പ്രവൃത്തികളും എല്ലാ സ്കൂളിലും നടക്കേണ്ടതാണ്. എന്നാൽ വിജയദശമിയുമായി ബന്ധപ്പെട്ട് അവധിയായതിനാൽ തന്നെ പലപ്പോഴും ആ പ്രോഗ്രാം നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ കോർദോവ പബ്ലിക് സ്കൂള് 2-ാം തീയതി നടക്കേണ്ടിരുന്ന സ്കൂൾ വൃത്തിയാക്കൽ പദ്ധതി അഥവാ ക്ലീൻ സിറ്റിയുടെ ഭാഗമായി URC നടത്തുന്ന ക്ലീനിങ് പരിപാടി, അതോടൊപ്പം തന്നെ സ്കൂളിലെ മറ്റു പരിപാടികളെല്ലാം ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ അസംബ്ലിക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഇവിടെ ഇന്നിപ്പോൾ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റികളൊക്കെ നടക്കുമ്പോൾ അതിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, അവാർഡ് വിതരണം ഇവിടെ നടക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അമ്പലത്തറ വാർഡ് കൗൺസിലർ വി സുലോചനാണ്. ഇവിടെ വെച്ച് കരാട്ടയിൽ സബ് ജില്ലയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ മേറോ മാർഷൽ കരാട്ടയുടെ കുട്ടികൾ, അവർ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, അവർക്ക് ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർക്ക് അനുമോദനം അർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കേഡറ്റ്സുകളും മറ്റും സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ മാനേജർ, ട്രഷറർ, അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. അന്ന് 2-ാം തീയതി നടക്കേണ്ട ഒരു ക്ലീൻ സിറ്റിയുടെ ഭാഗമായി സ്കൂൾ വൃത്തിയാക്കുക എന്നത് URCയുടെ കീഴിൽ ഇന്ന് ഇവിടെയുള്ള കുട്ടികളും അധ്യാപകരും കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്യാണ്. എന്തായാലും ഈ ഒരു അസംബ്ലിയുടെ പരിപാടിയും തുടർന്നുള്ള ഇതിന്റെ ക്ലീൻ പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് വരുമ്പോൾ കൂടി സ്വാഗതം ചെയ്യണം. നമ്മുടെ മലയാള ജനതാ ന്യൂസിന്റെ പുതിയ വാർത്തകൾ, വിശേഷങ്ങളാണ് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് തന്ന സപ്പോർട്ട് പോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് വരുന്നതിന് സ്വാഗതം ചെയ്യുക. ഈ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റിയാ സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ രാവിലെ തന്നെ അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങി. പ്രഭാത പ്രാർത്ഥനയോടുകൂടി പ്രോഗ്രാം ആരംഭിച്ചു. സലതം സഹായമതീർത്തനം തിരുമുണ്ട് നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്റെ ഗ്രഹപാത്രമായോ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗവിഷ്ടതൻ വഴിയുമല്ല. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗവിഷ്ടതൻ വഴിയുമല്ല. വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ, വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ, വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. സ്കൂൾ മാനേജർ അബ്ദുൾ സമദ് സാർ ഉദ്ഘാടനം നിർവഹിച്ച പ്രോഗ്രാമിന് പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്കീം സാർ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു. ഒക്ടോബർ 2 നമുക്ക് ശുചീകരണ ദിനമായി നടത്താൻ കഴിഞ്ഞില്ല. അത് സംസ്ഥാനത്തൊട്ടാകെയും അങ്ങനെ ഒരു ന്യൂനത വരികയുണ്ടായി. പത്രങ്ങളിൽ ഒന്നുപോലും അങ്ങനെ ഒരു ശുചീകരണ ദിനം ആചരിച്ചതായി കാണുകയുണ്ടായിരുന്നില്ല. നമ്മുടെ സ്കൂളിൻ്റെ സ്പോർട്സ് എന്ന് പറയുന്ന സ്പോർട്സ് ദിനം, ഒന്നിച്ച് നടത്തുന്ന സ്പോർട്സ് ദിനം ഈ മാസം അവസാനമാണ്. അതുപോലെ തന്നെ മറ്റു പല മത്സരങ്ങളും, വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് സബ് ജില്ലാ തലത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രമേളകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ. സ്കൗട്ടിൻ്റെ ഒരു യൂണിറ്റ് കൂടി ഇവിടെ നടത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കെടുക്കാൻ കഴിയും എന്നൊരു ഇതുണ്ട്. മറ്റിപ്പോൾ കരാട്ടയുടെ പ്രകടനം ഇവിടെ ഉണ്ട്. കരാട്ടയുടെ കുട്ടികൾ ഏറ്റവും എടുത്ത് പറയേണ്ടത്, അവർ സബ് ജില്ലാ തലത്തിൽ ഈ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത് നല്ല മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ ആ കുട്ടികളെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുന്നു. അവർക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നതായി. കോർദോവ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സലിൻ രാജ് സാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സേവനം എന്ന് പറയുന്നത് മുന്നണി പോരാളികളായിട്ട് വന്നിട്ടുള്ള JRC കേഡറ്റുകളുടെ മാത്രം ചുമതലയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ചുമതലയാണ് സാമൂഹിക സേവനം ചെയ്യാന്നുള്ളത്. അതിൻ്റെ പാതയിലേക്ക് കൂടുതൽ കുട്ടികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു.
അതോടൊപ്പം തന്നെ കൊർദോവ കുടുംബത്തിൽ നിന്ന് കായിക മത്സരങ്ങളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയംഗമായ ആശംസ അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിയ വാർഡ് കൗൺസിലർ സുലോചനൻ അമ്പലത്തറ സ്കൂളിന്റെ യുവജനോത്സവത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ കൃത്യസമയത്ത് തന്നെ കോർദോവ് സ്കൂളിൽ എത്തുകയും അദ്ദേഹം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ കായിക രംഗത്ത് പുതിയ കരാട്ടെ ഉൾപ്പെടെയുള്ള അവാർഡ് വാങ്ങിച്ച കുട്ടികളിവിടെ ഉണ്ട്, മിടുക്കരായ കുട്ടികളുണ്ട്. അവരെല്ലാം നമുക്ക് കേരളത്തിൽ എന്തൊക്കെ ചെയ്ത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും അവരുടെ ഉല്ലാസത്തിനും എല്ലാത്തിനും വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്ന് ഇപ്പോൾ പുതിയ സംവിധാനത്തെ കുറിച്ചുകൂടെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗാന്ധി ജയന്തി ദിനം നമ്മൾ ആചരിക്കുന്നത് ലോകത്ത് എല്ലാവരും, ലോകത്ത് മാത്രമല്ല ഇന്ത്യയിലുള്ളവർ 2-ാം തീയതിയാണ് ഗാന്ധിജിയുടെ മനസ്സിലുള്ള ഉദ്ദേശം നമ്മൾ നാട്ടിൽ നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ ആ 2-ാം തീയതി നടന്നില്ലെങ്കിലും അത് മാറ്റിവെച്ച് ആ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആ സന്ദേശം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാലും അത് ഗംഭീരമായി നടത്തുന്നതിലേക്ക് വേണ്ടി നമ്മുടെ സ്കൂള് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കുട്ടികൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള JRC യൂണിറ്റിന്റെ പുതിയ ബാച്ചിനുള്ള ബാഡ്ജ് വിതരണവും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് നിർവഹിച്ചു. JRCയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ പരിസ്ഥിതി മലിനീകരണം അത് B. സുലോചനന്റെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്തതിന് മുൻപന്തി നിന്ന് നടപ്പിൽ വരുത്തിയത്. മുഹമ്മദ് ഇജാസ് N. മുഹമ്മദ് ഹിഷാം MH. മുഹമ്മദ് റംസാൻ S. സതീഷ്. Thank you, sir. Inha Fatima. To care for my own health and that of others, to help the sick and suffering, especially children, and to look upon all over the world as my friend. I shall always keep. തുടർന്ന് മേറോ മാർഷൽ കരാട്ടെ 2025 നടത്തിയ 3ാമത് കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ കോർദോവ സ്കൂളിൽ നിന്ന് റാസിഖ്, മുഹമ്മദ് ഹാഷിം, ഫാത്തിമ ഇസ്സത്ത് എന്നിവർ യെല്ലോ ഓറഞ്ച് ബെൽറ്റിൽ A ഗ്രേഡ് നേടി പാസ്സാവുകയും ചെയ്തു. ഇവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം സ്കൂൾ ട്രഷറർ അബ്ദുൽ കലാം സാർ നിർവഹിച്ചു. Now we are distributing the certificates of competition conducted under Hindi Kerala Prachara Sabha. Thank you, sir. Now I invite our 9A has also secured A+ grade. Thank you, sir. Sharona KS of 9A is A+ grade. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വൃത്തിയാക്കുന്ന ചടങ്ങായിരുന്നു ഏറെ ശ്രദ്ധേയമായത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അമ്പലത്തറ വാർഡ് കൗൺസിലർ സുലോചനൻ തന്നെയായിരുന്നു. 40ഓളം URCയുടെ കുട്ടികളും അതോടൊപ്പം തന്നെ കരാട്ടെ വിദ്യാർത്ഥികളും അധ്യാപകരും PTSR ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് സ്കൂൾ വൃത്തിയാക്കിയത്. കോർദോവ സ്കൂളിലെ JRC വിദ്യാർത്ഥികൾ മറ്റുള്ള സ്കൂളിലെ കുട്ടികൾക്ക് മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സുലോചനൻ യാത്രയഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന സെക്ഷനിൽ അദ്ദേഹം തന്നെ ക്ലീനിങ്ങിന് നേതൃത്വം നൽകി. സേവനവാരമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സേവനവാരം ആഘോഷം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ വൃത്തിക്കും
വെടിപ്പിനും വേണ്ടി നമ്മളെ കൊർദോബ സ്കൂള് എല്ലാ വർഷവും നടത്താറുള്ള ഗാന്ധിജിയുടെ സ്വപ്നമായ സേവനവാരമാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. എല്ലാവർക്കും എങ്ങനെ കിളച്ചെന്നേ ഞാൻ പറഞ്ഞു, എനിക്ക് കിളക്കാനൊക്കെ അറിയാം. കൗൺസിലർ ആണെങ്കിലും കിളച്ച് മറിക്കുവാനും വൃത്തിയാക്കുവാനും ജ്ഞാനം മുൻപന്തിയിലുണ്ട് എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളോട് യാത്ര പറഞ്ഞത്. കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയാണ് സ്കൂള് വൃത്തിയാക്കിയത്. പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലും കോർദോബ സ്കൂളിലെ കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് വ്യക്തമാണ്. സുലോചനനെ കൂടാതെ പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്കീം സാർ, കോർദോബ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സലിൻ രാജ്, കോർദോബ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സുജ എസ് കുമാർ, PTA പ്രസിഡന്റ് ശ്രീ അൻസർ, PTA അധ്യാപകൻ, PTN സ്പോർട്സ് അധ്യാപകൻ മുഹമ്മദ് റിയാസ് സാർ എന്നിവർ ഇതിന് നേതൃത്വം നൽകി. നമ്മുടെ വീടും സ്കൂളും നമ്മുടെ നാടും നാം ശുചീകരിക്കണമെന്നും അവിടെ വൃത്തിഹീനമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടില്ല എന്നും ശുചീകരണത്തിന് മുന്നിൽ നിൽക്കണമെന്നും പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ, അഭിപ്രായങ്ങൾ കമന്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ന്യൂസുകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.